നമസ്കാരം, ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം. പാമ്പാടി ഇന്ദിരാഭവനിൽ ഗാന്ധി ജയന്തി അനുസ്മരണം നടത്തി. പാമ്പാടി കോൺഗ്രസ് പ്രവർത്തകർ അഡ്വക്കേറ്റ് സിജു ഐസക്, എബി ജേക്കബ്, അനിയൻ മാത്യു, മണ്ഡലം പ്രസിഡന്റ് ഗോപൻ എന്നിവർക്കൊപ്പം മറ്റു പ്രവർത്തകരും നേതാക്കളും ഉണ്ടായിരുന്നു. 155ാമത് ഗാന്ധി ജയന്തി അനുസ്മരണം നടത്തി. ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അഹിംസയിലൂടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീര നേതാവ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഗാന്ധി പ്രതിമകൾ കാണാം. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 100ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് നാം. 1924 ബെൽഗാം AICC സമ്മേളനത്തിൽ വെച്ചാണ് മഹാത്മാജി അധ്യക്ഷ പദവിയിലേക്ക് കടന്നുവരുന്നത്. ഒരു വർഷം നീളുന്ന അനുസ്മരണ പരിപാടികൾക്ക് KPCC ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ്. വെള്ളൂർ JTS റോഡിലെ വിചിത്രമായ ടാറിംഗ് വിശേഷം. റോഡിന്റെ പരിതാപകരമായ അവസ്ഥ കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പ്രദേശവാസികളുടെ ദുരിതത്തിന് അറുതി വരുത്തി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കിയപ്പോൾ പ്രദേശവാസികൾക്ക് പ്രത്യേക അലവൻസായി വിചിത്രമായ ടാറിംഗ് വിശേഷം ഉണ്ടായിരിക്കുന്നത് ദേശീയപാതയിൽ നിന്ന് ഉള്ള വെള്ളൂർ 7ാം മൈൽ JTS സ്കൂൾ റോഡിലാണ്. ഈ റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തി 7ാം മൈൽ പാലം മുതൽ JTS സ്കൂൾ വരെ പാച്ച് വർക്ക് ടാർ ചെയ്തപ്പോൾ സ്കൂൾ എത്തുന്നതിന് മുമ്പ് റോഡിൽ ഒരു ഭാഗത്ത് കുഴികൾ മാത്രം ഇട്ട് മറുവശം വിചിത്രമായ രീതിയിൽ ടാർ ചെയ്തു. റോഡിന്റെ ഒരു ഭാഗം ടാർ ചെയ്തത് മൂലം വാഹനയാത്രക്കാർക്ക് കുഴിയിൽ വീണ് ഈ ഭാഗത്ത് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കൂടാതെ റോഡരികിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്കും വഴിയിലെ ഈ കുഴിഭാഗം എത്തുമ്പോൾ വാഹനങ്ങൾ ഈ കുഴിഭാഗം വെട്ടിച്ച് വഴിയരികിലേക്ക് കയറുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് ഈ ഭാഗത്ത് യാത്ര ബുദ്ധിമുട്ട് നേരിടുന്നു. ടാറിംഗ് ജോലികൾ ചെയ്യുന്നവരുടെ ശ്രദ്ധ ഇല്ലായ്മ മൂലം കുഴിയായി കിടക്കുന്ന ആ ഭാഗം അടിയന്തരമായി ടാർ ചെയ്ത് പ്രദേശവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ അധികൃത നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇറാൻ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച UK, അമേരിക്കയും യുദ്ധം പശ്ചിമേഷ്യൻ മേഖലയിൽ മാത്രം ആയിരിക്കില്ല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത്. അരീപ്പറമ്പ് തയ്യിൽ വീട്ടിൽ TM മാത്യു നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ഒക്ടോബർ 3 വ്യാഴാഴ്ച 2 മണിക്ക് വടക്കം മണ്ണൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ.